ഇസ്മുൽ ആളം നമ്മുടെ ഹൃദയത്തിലുണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചോദിച്ചാലും നൽകപ്പെടും. ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഇസ്മുൽ ആളം നിക്ഷേപിക്കപ്പെടണമെങ്കിൽ ഈ സൂറത്ത് 100 തവണ പാരായണം ചെയ്താൽ മതി എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്ത് ഇത്രയും തവണ പാരായണം ചെയ്ത് അതങ്ങനെ പതിവാക്കി വരികയാണെങ്കിൽ തീർച്ചയായും മരണപ്പെടുന്നതിൻ്റെ മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കിനാവിലേക്ക് കടന്നു വരും. മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിഷമതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അകപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകൾ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെയും സുബ്ഹ് നിസ്കാരത്തിൻ്റെയും ശേഷം എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് അതേ ഇരുത്തത്തിലിരുന്ന് ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിച്ച ഏതു പ്രതിസന്ധി, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, വിഷമങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു അവനിക്ക് വളരെ പെട്ടെന്ന് മോചനം നൽകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സൂറത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഈ സൂറത്ത് മാത്രം മതി ആത്മാർത്ഥമായി പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയാന്തരത്തിൽ അകപ്പെട്ട് കിടക്കുന്ന നീറുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, അത് കഷ്ടതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകും. ദരിദ്രനെ ധനികനാക്കും, ദുർബലനെ കരുത്തനാക്കും. 41 ദിവസം ആത്മാർത്ഥമായിട്ട് ഈ സൂറത്ത് പാരായണം ചെയ്ത് 41 തവണ ആത്മാർത്ഥമായി പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്തു ചോദിക്കുകയാണെങ്കിലും അത് നൽകപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച അതിവിശിഷ്ടമായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളുടെയും മഹത്വങ്ങൾ മനസ്സിലാക്കിയാൽ ഏതാണ് ഓതേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നമ്മൾ. ഈ സൂറത്ത് ഓതുമ്പോൾ ഈ സൂറത്തിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം എന്ന് മനസ്സിലാക്കും. അടുത്ത സൂറത്ത് ഓതാൻ വേണ്ടി നിൽക്കുമ്പോൾ മറ്റൊരു സൂറത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ ആവേശത്തോടു കൂടെ ഓതാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഇത്തരം അമലുകളെ കൊണ്ട് അള്ളാഹു വലിയ രക്ഷ നൽകട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. പലപ്പോഴും പലരൊക്കെ തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സൂറത്ത് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ്. എല്ലാ ദിവസവും എന്ന പോലെ പലപ്പോഴും നമ്മൾ ഓതാറുള്ളതാണ്. നമ്മൾ വുളു എടുത്ത് കഴിഞ്ഞിട്ട് ഒരു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. ആ സമയത്ത് ഓതുന്ന സൂറത്ത് കൂടെയാണത്. സൂറത്തുൽ ഖദ്ർ അതിവിശിഷ്ടമായ സൂറത്താണ്. അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. നിങ്ങളത് പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഖദ്ർ കാണാതെ അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ അയാൾക്ക് അല്ലാഹു വിശുദ്ധ റമളാൻ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്ത പ്രതിഫലം നൽകും. തഫ്സീർ റൂഹിൽ ബയാനിൽ ഇത് കാണാവുന്നതാണ്. ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കി നിസ്കരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് തഫ്സീർ റൂഹിൽ ബയാനിൽ നമുക്ക് കാണാവുന്നതാണ്. ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇതിൻ്റെ ഇത്രയും മഹത്വങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കണം. അങ്ങനെ അറിഞ്ഞു ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥത ലഭിക്കും. ഒരു സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈയൊരു ചിന്തയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈയൊരു ആശയമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആത്മാർത്ഥത ലഭിക്കും. ഹബീബായ തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഖദ്ർ 100 തവണ പാരായണം ചെയ്ത് കഴിയുന്നയാളിൻ്റെ ഔദിയാൽ അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ, അള്ളാഹു അയാളുടെ ഖൽബിൽ ഇസ്മുൽ ആളം നിക്ഷേപിക്കും. ഇസ്മുൽ ആളം നിക്ഷേപിച്ചാലോ അള്ളാഹു എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ സൂറത്തുൽ ഖദ്ർ 100 തവണ പാരായണം ചെയ്യലിനെ പതിവാക്കുന്നവരുടെ ഒരു മഹത്വം മനസ്സിലാക്കി നോക്കൂ.
ഇസ്മുൽ ആളമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതവൻ്റെ കൽബിൽ നിക്ഷേപിക്കപ്പെട്ടാൽ അവന് എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവ് പകല്, ഈ രണ്ടു സമയങ്ങളിലൊക്കെ കൂട്ടിയിട്ട് രാവിലും പകലിലുമൊക്കെ ആയിട്ട് സൂറത്തുൽ ഖദർ ആരെങ്കിലും ഒരാൾ 1000 തവണ പാരായണം ചെയ്താൽ അവൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടിട്ടല്ലാതെ മരണമടയുകയില്ല. അവൻ്റെ റൂഹിനെ പിടിക്കപ്പെടുകയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഓതി നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഇന്ന് വരെ നമുക്ക് അനുഭവിച്ചറിയാൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതിരുന്ന ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് സ്വപ്നത്തിൽ കാണാനുള്ള, കിനാവിൽ കാണാനുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരിക്കണം. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വഹാബാക്കളോടൊക്കെ പറയണം, നിങ്ങളുടെയും ഇബ്ലീസിൻ്റെയും മധ്യേ ഒരു മതിൽ, അതായത് യജൂജ് മഅജൂജ് ഇടയിലൊരു മതിലുണ്ടല്ലോ, യജൂജ് മഅജൂജുകളുടെ ഇടയിൽ, നമുക്കിടയിലൊക്കെ ഒരു വലിയ മതിലുണ്ടല്ലോ. ആ മതിൽ പോലെയുള്ളൊരു മതിലുണ്ടാവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സ്വഹാബാക്കളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോന്ന്. അപ്പോൾ സ്വഹാബാക്കൾ ഒന്നടങ്കം മറുപടി പറഞ്ഞു, അതെ, ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ മഗ്രിബിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും ഈ സൂറത്ത് നിങ്ങൾ 3 തവണ പാരായണം ചെയ്യലിനെ പതിവാക്കുക. അങ്ങനെ 3 തവണ നിങ്ങൾ പാരായണം ചെയ്യലിനെ പതിവാക്കുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഓതണം, അതേ ഇരുത്തത്തിലിരുന്ന് ഓതണം. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം, അർഹമുർ റഹീമായ റബ്ബേ, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ സലാമത്ത് നൽകണേ, അകറ്റി തരണേ, ഇതെല്ലാം നീക്കം ചെയ്യണേ എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന ഭാഷയിൽ അങ്ങ് ദുആ ചെയ്യുകയും വേണം. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ വലിയ മോചനം അള്ളാഹു നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുഃഖങ്ങളുടെ, വിഷമങ്ങളുടെ, പ്രയാസങ്ങളുടെ നടുത്തളത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു പരിഹാരമായിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വല്ലൊരുത്തനും അലിയാരിതങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ ഓരോ ആയത്തോതുന്നതിനും ഓരോ തവണ ഇഞ്ചിയിൽ വായിക്കുന്ന പ്രതിഫലം ലഭിക്കും. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ ഫർള് നിസ്കാരത്തിൽ സൂറത്തുൽ ഖദർ ഓതിയാൽ ഒരു അശരീരി മുഴങ്ങിക്കേൾക്കാം. അള്ളാഹുവിൻ്റെ അടിമേ എന്ന രൂപത്തിൽ വിളിക്കും, നിന്റെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു, അതുകൊണ്ട് നീ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുക എന്ന് പറയപ്പെടും. ഒരശരീരി അവന് കേൾക്കാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്തു നൽകട്ടെ, എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, വല്ല ഒരുത്തനും സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അയാളുടെ സൽകീർത്തി ഉപരിലോകത്ത് അയാളുടെ സൽകീർത്തി ഉയരും. അതേപോലെ തന്നെ വാളുകൊണ്ട് പോരാടിയ രക്തസാക്ഷിയുടെ സൽകീർത്തി പോലെ അള്ളാഹു അവന് വലിയ ഉന്നതമായ സ്ഥാനം നൽകും. എന്നാൽ സൂറത്തുൽ ഖദറിനെ പതുക്കെ ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തം പുരണ്ടവനെ പോലെയാണ്. ഒരാൾ അത് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ അയാളുടെ 1000 പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. യാത്രക്കാരൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ സുരക്ഷിതനായി തിരിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് ഓതിയാൽ ആ സമയത്ത് അവൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവൻ തിരിച്ചു വീട്ടിലേക്കെത്തും. ഇന്ന് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്.
റോട്ടിലൊക്കെ വാഹനങ്ങൾ വളരെയധികം അധികരിച്ചിരിക്കുന്നു. എല്ലാവർക്കും തിരക്കാണ്, സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വാഹനത്തിൽ കയറി കഴിയുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പവിത്രമായി നാം ചൊല്ലുകയും അതിനുശേഷം നാം സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യാറുമുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ മഹാന്മാർ പറഞ്ഞതാണ്. സൂറത്തുൽ ഖദ്ർ ആരെങ്കിലും 3 തവണ യാത്രയിൽ പാരായണം ചെയ്യുകയാണ്, വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്യുകയാണ്, അവൻ ആ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ അവൻ എങ്ങനെയാണോ ഇറങ്ങിയത് സുരക്ഷിതരായിട്ട് അവൻ വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പർവ്വതങ്ങളുടെ മൂർധാവിൽ വെച്ച് അതാരെങ്കിലും ഓതുകയാണെങ്കിൽ അയാൾക്കും പിശാചുകൾക്കും ഇടയിൽ ഒരു മറയുണ്ടാകും. വാഹനത്തിൽ കയറുമ്പോൾ അത് ഓതിയാൽ സുരക്ഷിതനായിത്തീരും, പാപമുക്തനായിത്തീരും. വാഹനത്തിൽ ഒരപകടവും അവന് സംഭവിക്കുകയില്ല. ഒരു പാത്രത്തിൽ അത് എഴുതി മായ്ച്ച് കുടിച്ചാൽ അത് എത്ര വലിയ രോഗമുള്ളയാളാണെങ്കിലും ആ രോഗം മാറാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പറയാറുണ്ട്, ഉസ്താദെ എൻ്റെ മോൻ എൻ്റെ മോള് അവിഹിത ബന്ധത്തിലാണ്, ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിലാണ്, വ്യഭിചാര പ്രവർത്തനം ചെയ്യുന്നവരാണ്, സിന ചെയ്യുന്നവരാണ്. ഉസ്താദ് അതിന് പ്രത്യേകം എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം, അതിന് അമല് പറഞ്ഞു തരണം, എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലാൻ തരണം, എൻ്റെ മോളുടെ ആ ബന്ധം ഒഴിവാക്കണം, എൻ്റെ മോൻ്റെ ആ ബന്ധം ഒഴിവാക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ്, അയാളെ കൊള്ളില്ല, അവളെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രയാസം പറയുന്ന ആളുകളുണ്ട്. അത്തരം ഹറാമിൻ്റെ ബന്ധങ്ങൾ നിലനിർത്തുന്നവർ, അതുമായി ബന്ധപ്പെട്ട ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും അവർ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഖദ്ർ എഴുതി മായ്ച്ച ജലം, ആ ജലം കൊണ്ട് വസ്ത്രം അത് കഴുകിയിട്ട് അത് ധരിപ്പിക്കുകയാണെങ്കിൽ ഒരു കാലത്തും അത്തരം ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടവർ അടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിൻ്റെ ബന്ധങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ തൊട്ടൊക്കെ അല്ലാഹു നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. പലരും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. തൻ്റെ പാർട്ട്ണർക്കോ തൻ്റെ മക്കൾക്കോ ഒക്കെ മറ്റുള്ള അന്യപുരുഷ സ്ത്രീകളുമായിട്ടുള്ള പരസ്ത്രീ പുരുഷ ബന്ധങ്ങളുണ്ട്, അത് അറിയാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അത് സ്വന്തം ഇണയെ സംബന്ധിച്ചും അങ്ങനെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, മക്കളെ സംബന്ധിച്ചും അങ്ങനെ പ്രശ്നമുള്ളവരുണ്ട്. ഒരിക്കൽ ഈ അമലൊന്ന് ചെയ്തു നോക്കൂ. അള്ളാഹു അവരുടെ ആ സ്വഭാവം അത് മാറ്റിയെടുക്കാൻ ഇതൊരു കാരണമാക്കി അള്ളാഹു കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ പറയാറുണ്ട് മക്കളെക്കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് പുതിയ കാലത്തെ ക്യാമ്പസ് ലൈഫ് അങ്ങനെ ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് പലരും ദുആക്ക് കേൾപ്പിച്ചവരുണ്ട്. അള്ളാഹു അത്തരം ബന്ധങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അത് എഴുതി മായ്ച്ച ജലം നിസ്കരിക്കുന്ന മുസല്ലയിൽ തെളിച്ചാൽ അയാൾ ഏതുകാലത്ത് നിസ്കരിക്കുന്നതും സ്വീകാര്യയോഗ്യമാകും. ഓരോ അമലുകളും കേൾക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകും. ഈ ജലം രോഗിയിലോ ഭ്രാന്തനിലോ കുടഞ്ഞാൽ അത് സുഖപ്പെടും. കുട്ടിയുടെ ശിരസിൽ കൈവച്ച് സൂറത്തോതിയാൽ ഉദ്ദേശിച്ചത് സാധിക്കും. ഭാര്യയുടെ തലയിൽ വെച്ച് ഇത് കൈവച്ച് ഇതോതിയാൽ ഉദ്ദേശിച്ചത് നടക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങളും പൊരുളുകളും അടങ്ങിയ അതിവിശിഷ്ടമായ സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഖദ്ർ. ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന് റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നതാണ്. സൂറത്തുൽ ഖദ്റിൻ്റെ മഹത്വം, അതിൻ്റെ വിശേഷം അപാരം തന്നെയാണ്. അതിൻ്റെ ഫലങ്ങൾ അത് ദരിദ്രനെ ധനികനാക്കും, അത് ദുർബലനെ കരുത്തനാക്കും, ആഫത്തുകളും രോഗങ്ങളും അകറ്റപ്പെടാൻ കാരണമാകും, ഭൗതികവും പാരത്രികവുമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകും. അതോതുന്നവൻ ആരോഗ്യവാനും സുരക്ഷിതനുമാകും, നിർഭയനാകും. അയാളിലേക്ക് റൂഹാനികൾ ഇറങ്ങി വരും, എന്നിട്ട് പെട്ടെന്ന് ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കും. ഇത് ഇമാം തമീമി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. വളരെ ആത്മാർത്ഥമായി ചെയ്തോളൂ. സൂറത്തുൽ ഖദ്റിൻ്റെ ഫലങ്ങൾ, അത് റൂഹാനികളുടെ സഹായം, ഉപരിലോകത്ത് നിന്ന് അവർ ഇറങ്ങുന്നു, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു. അതിനൊക്കെ ചില പ്രത്യേകമായ അമലുകളുണ്ട്.
അത് ഈ വീഡിയോയിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം, ഇനി പറയാൻ പോകുന്നൊരു വിഷയത്തിന് മാത്രമാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് തന്നെ റൂട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് ചില അമലുകളുണ്ട്. അതിൽ പെട്ടാണ് ഇപ്പോൾ ഇത്. നമ്മൾ കുറച്ച് മണിക്കുന്തിരിക്കും, അതേപോലെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല, അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ച് ഞാനൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം അത് പൊടിച്ച് അതിൽ അല്പം മുല്ലപ്പൂവിൻ്റെ സത്തും അതേപോലെയുള്ള വസ്തുക്കളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അത് കുഴച്ചെടുത്ത് അതൊരു ഒരു കടലമണിയേക്കാളും കുറച്ച് വലുപ്പത്തിൽ, അതിനേക്കാൾ കുറഞ്ഞ വലുപ്പത്തിലാക്കിയിട്ട് ചൊവ്വാഴ്ചയിലെ 4ാമത്തെ സായത്തിൽ അത് ഉണക്കിയെടുക്കണം. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് അത് നോമ്പുള്ള സമയത്തായിരിക്കണം ചെയ്യുന്നത്. നോമ്പ് തുറന്നാൽ മാംസഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, തലേന്നും കഴിക്കരുത് എന്നുള്ളതാണ്. പിറ്റേന്നുമൊക്കെ സസ്യഭക്ഷണം മാത്രം കഴിച്ചാലാണ് ഇത് കൂടുതൽ ഫലം ലഭിക്കുക. അങ്ങനെ അതിങ്ങനെ ആ ഒരു ഇതുണ്ടാക്കിയിട്ട് സൂറത്തുൽ ഖദർ അതിൽ 70 തവണ ഓതിയിട്ട് പിന്നെ അവനുണ്ടാക്കിയെടുത്ത ഗുളിക ഉണ്ടല്ലോ, അതൊരു പാത്രത്തിൽ അത് തണലിൽ സൂക്ഷിച്ച് 3 ദിവസം രാത്രി അതിങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് ചെയ്ത് പുലരുന്നത് വരെ അങ്ങനെ തന്നെ ചെയ്ത് ഓരോ രാത്രിയും അതിൽ 14 വട്ടം സൂറത്തുൽ ഖദർ പാരായണം ചെയ്ത് അതൊരു ശുദ്ധമായ പാത്രത്തിൽ കുടുക്കയിലിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊരു പ്രത്യേക ഉപയോഗമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു അമലുണ്ടെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ കൃത്യമായ രൂപം ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള രൂപമാണ്. അങ്ങനെ അത് കൃത്യമായിട്ടത് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ചില വിഷയങ്ങൾക്കത് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ സായത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ സായത്തിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ സായത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതൊരു സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾക്കും അത് ഉപയോഗപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ദിവസത്തിൽ തന്നെ ഓരോ വിഷയങ്ങൾക്കും അനുയോജ്യമായ ചില സമയങ്ങളുണ്ട്. ഏത് സമയത്ത് എന്തും എപ്പോഴും ചെയ്താൽ നന്നാവും. പക്ഷേ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കണം, ഉസ്താദ് ഞാൻ ഇന്നാലിന ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയാണ്, എനിക്ക് എല്ലാ സമയത്തും ഇറങ്ങാൻ പറ്റും, എപ്പോൾ ഇറങ്ങിയാലും കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് സമയത്താണ് ഇറങ്ങേണ്ടതെന്ന് ഒരാൾ ചോദിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു സമയം, ഓരോ ദിവസത്തിലും നല്ലൊരു സമയമുണ്ട്. അതിനെ സായത്തുകൾ എന്ന് പറയാം. അപ്പോൾ ആ സായത്ത് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് പഴയകാല ആലിമീങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഈ യാത്രയ്ക്ക് പോകുമ്പോൾ ഈ സമയത്താണ് ഇറങ്ങേണ്ടത്, ഇന്നാലിന്ന ആവശ്യത്തിന് ഈ സമയത്താണ് ഇറങ്ങേണ്ടത്. അതൊരു മുവസ്സായ വക്കത്താണെങ്കിൽ ഇറ്റ്സ് മീൻസ് അതൊരു വിശാലമായ സമയം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഏതു സമയത്തും നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലൈറ്റിൻ്റെ സമയം രാത്രി 1 മണിക്കാണ്, നമുക്കിവിടെ വീട്ടിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങണം എന്ന് സങ്കല്പിക്കുക. ഇറങ്ങിയില്ലെങ്കിൽ അവിടെ എത്തൂല. അപ്പോൾ ഇത് നോക്കി നിൽക്കാൻ പാടില്ല. അവിടെ നമുക്ക് മുവസ്സായ വക്കത്തില്ല, അവിടെ നമുക്കുള്ള മുളയ്യക്കായ വക്കത്താണുള്ളത്, കുടുസായ സമയം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇൽത്തിറാറിൻ്റെയും ലറൂറത്തിൻ്റെയും ഘട്ടമാണ്. അപ്പോൾ ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഇറങ്ങേണ്ട ഒരു സമയം അത് അപ്പം തന്നെയാണ് ഇറങ്ങേണ്ടത്. അവിടെ പിന്നെ നല്ല ബിസ്മയും അതേപോലെയുള്ള ദിക്റുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലി ഇറങ്ങുമ്പോൾ അത് ബറക്കത്താകും എന്നുള്ളതാണ്. അപ്പോൾ സായത്തുമായി ബന്ധപ്പെട്ടത് ആവശ്യമെങ്കിൽ നമ്മൾ പറയാം. ഇൻഷാ അല്ലാഹ് അത് ഓരോ ദിവസത്തിലും രാവിലെ മുതൽ നമ്മൾ അതിൻ്റെ ഒരു ടൈം മുതൽ അടുത്ത ടൈം അവസാനിക്കുന്നവരെയുള്ള എല്ലാ സമയവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസത്തിനും കൃത്യമായിട്ട് കണ്ടെത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ പണ്ഡിതന് അവരുടെ കൂട്ടുകാരനോടൊരിക്കൽ പറഞ്ഞു, ഞാൻ നിനക്ക് ഇസ്മുൽ ആളം പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആവേശത്തോടു കൂടി ഇസ്മുൽ ആളം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും നൽകപ്പെടും എന്നുള്ളതാണല്ലോ. ഇസ്മുൽ ആളമിനെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ, അതാണ് കൂടുതൽ നമ്മൾ വിശദീകരിക്കാത്തത്. അപ്പോൾ ഇസ്മുൽ ആളം പഠിപ്പിച്ചു തരട്ടെ ചോദിച്ചപ്പോൾ കൂട്ടുകാരനെ വളരെ ആവേശത്തോടു കൂടി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ വലിയ മഹാൻ പറഞ്ഞു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതിൽ സൂറത്തുൽ ഖദർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നീ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുക, ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്യുക, ആയത്തുൽ കുർസി ഓതുക, അതിനുശേഷം സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. പിന്നെ ഖിബിലക്ക് മുന്നിട്ട് നിനക്ക് ആവശ്യമുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുക, എന്നാൽ നിനക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്ന് ആ വലിയ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂറത്തുൽ ഖദറിൻ്റെ വ്യത്യസ്തങ്ങളായ ഗുണവിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ താൻ സ്നേഹിക്കുന്നയാളിൻ്റെ തലയിൽ കൈവച്ച് സൂറത്തുൽ ഖദർ ഓതിയാൽ അയാൾക്ക് ആ സ്നേഹിതനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ലഭിക്കും എന്നുള്ളതാണ്. പലപ്പോഴും സ്നേഹം നഷ്ടപ്പെട്ട ലോകത്ത്
സ്നേഹമില്ലാത്ത ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ നല്ല സ്നേഹത്തോടു കൂടെ ജീവിക്കാൻ ഈ ഒരു ഇസ്മ അത് കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വുളു എടുത്ത ശേഷം അത് ഓതിയാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, അന്നു ജനിച്ച കുഞ്ഞിനെ പോലെയാകും അയാൾ എന്നുള്ളതാണ്. ഇത് വുളു എടുത്തതിന് ശേഷം സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഒരു ഹദീസ് ഉണ്ടായിരുന്നു, ഞാൻ മുമ്പ് അത് വിശദീകരിച്ചതാണ്. എത്ര തവണ ഓതണമെന്നുണ്ട്, അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളതുണ്ട്, അത് ഓരോ തവണ ഓതുമ്പോഴും അവൻ്റെ പ്രതിഫലം എന്താണെന്നുള്ളതുണ്ട്. അറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കുക, മറ്റുള്ളവരത് മനസ്സിലാക്കട്ടെ. ഒരു വലിയ പണ്ഡിതന് ഷെയ്ഖ് അബുൽ ഹാസിർ ഷാദുലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, സത്യസന്ധനായി ജീവിക്കുക, നിനക്ക് കൊതിയുണ്ടെങ്കിൽ സൂറത്തുൽ ഖദ്ർ പതിവാക്കുക. സൂറത്തുൽ ഖദ്ർ പതിവാക്കിയാൽ വലിയ ഫലം ലഭിക്കും. ആരെങ്കിലും സൂറത്തുൽ ഖദ്റും സൂറത്തുൽ കാഫിറൂനും ഇഖ്ലാസും 11 തവണ ഓതി ഒരു ശുദ്ധമായ വെള്ളത്തിൽ ഊതിയിട്ട് അത് പുതുവസ്ത്രത്തിൽ തെളിച്ചു, ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അയാൾക്ക് സുഖജീവിതമായിരിക്കും, ബറക്കത്ത് വർദ്ധിച്ചു വരും, ഐശ്വര്യമുണ്ടാകാൻ കാരണമാകും, രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകും എന്നുള്ളതാണ്. സൂറത്തുൽ ഖദ്ർ 36 തവണ വെള്ളത്തിലൂതിയിട്ട് അത് പുതുവസ്ത്രത്തിൽ കുടഞ്ഞ് ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അയാൾക്ക് വിശാലമായ ആഹാരം ലഭിക്കും, ഭക്ഷണം ലഭിക്കും, അതിനൊരു മുട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. സൂറത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് നാം പറയാനിരുന്നാൽ അതിനെക്കുറിച്ച് പറയാൻ മാത്രം മഹത്വങ്ങളുണ്ട്. ബറക്കത്തുണ്ടാകുന്ന വിഷയത്തിലും ഐശ്വര്യമുണ്ടാകുന്ന വിഷയത്തിലും ഈ സൂറത്ത് വളരെ പ്രസിദ്ധം തന്നെ. വല്ലവനും വല്ല ഉദ്ദേശവും നിറവേറാനുണ്ടെങ്കിൽ സൂറത്തുൽ ഖദ്ർ 41 ഓതണം. പിന്നെ 40 തവണ ഓതിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് 41 തവണ തന്നെ ദുആ ചെയ്യുകയും വേണം. അങ്ങനെ 41 തവണ ദുആ ചെയ്യുമ്പോൾ അവസാനം യാ ഗിയാസൽ മുസ്തഗീസീൻ അഗിസ്നി എന്ന് 7 വട്ടം ആവർത്തിച്ചോതണം. ഇനി ഒന്നും അവന് കഴിയുന്നില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 41 തവണ ഓതിയിട്ട് യാ ഗിയാസൽ മുസ്തഗീസീൻ അഗിസ്നി, യാ ഗിയാസൽ മുസ്തഗീസീൻ അഗിസ്നി, യാ ഗിയാസൽ മുസ്തഗീസീൻ അഗിസ്നി, യാ ഗിയാസൽ മുസ്തഗീസീൻ അഗിസ്നി എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയാൽ വളരെയധികം പ്രതിഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അവൻ്റെ ഉദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും. അള്ളാഹുവിൻ്റെ ഒരു സഹായം ആ വിഷയത്തിൽ അവനുണ്ടാകും. ഈ സൂറത്ത് ഓതിക്കൊണ്ട് ഉദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചാൽ ഉടനെ അതിൻ്റെ ഫലം ലഭിക്കും, അവർ സന്തുഷ്ടവാനാകും എന്നുള്ളതാണ്. സൂറത്തുൽ ഖദ്ർ പാത്രത്തിൽ എഴുതി കുടിച്ചാൽ ശരീരത്തിലെ രോഗങ്ങളൊക്കെ ശിഫയാകാനും പിന്നീട് രോഗങ്ങൾ വരാതിരിക്കാനും മാരകമായ രോഗങ്ങൾക്ക് അതൊരു വലിയ പരിഹാരവുമാകുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില സിറുകളാണ്, അത് ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് പറയുന്നില്ല. ചില രൂപത്തിൽ ചെയ്യേണ്ട കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില അമലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില അമലുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് ധാരാളം ചെയ്യാവുന്നതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ചില സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എത്രമേൽ മഹത്വവും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ ഫലമൊക്കെ എത്രയെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മുമ്പ് വിശദീകരിച്ച സൂറത്ത് തന്നെയാണ് സൂറത്തുൽ കൗസർ. നമുക്കറിയാം, സൂറത്തുൽ കൗസർ ഓതിയാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് അവനെ കുടിപ്പിക്കും എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ കൗസർ ഓതുന്നതിൻ്റെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇമാം തമീമി റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൽ കൗസർ ഓതലിനെ പതിവാക്കിയാൽ അവൻ്റെ ഹൃദയം ലോലമാകുന്നുള്ളതാണ്. നമ്മൾ വേറെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും നമ്മോട് ദേഷ്യത്തോടു കൂടെ പെരുമാറുന്നു. നിങ്ങൾ ഏതു പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കൊക്കെ നമ്മൾ എന്തെല്ലാം അതിന് പരിഹാരം ചെയ്യുന്നു അതൊക്കെ ചെയ്യലോടുകൂടെ ഒരു സ്പിരിച്വാലിറ്റി അതിനോട് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും, നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഏത് വിഷയത്തിലും, നമ്മളെ രോഗങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാൻ പതിവാക്കിയാൽ ഹൃദയം ലോലമാകും, അത് മൃദുലമാകും എന്നുള്ള. ചിലപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ കയർത്ത് സംസാരിക്കുന്നവർ, വളരെയധികം ഹാർഡായിട്ട് നമ്മോട് പെരുമാറുന്ന ആളുകൾ, എന്തു പറഞ്ഞാലും തിരിച്ച് രണ്ട് പറയുന്ന ആളുകൾ, സ്നേഹത്തോടു കൂടെ പെരുമാറുന്നില്ല. ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക്, നമ്മുടെ ഇണകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു മയത്തോടു കൂടെ അവരുടെ സ്വഭാവം നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്
നമുക്ക് ഈ സൂറത്ത് പതിവാക്കാവുന്നതാണ്. നല്ല നീയത്തോടു കൂടെ ഓതുക. അത് വളരെ ആത്മാർത്ഥമായിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ സൂറത്തുൽ കൗസർ 100 തവണ പാരായണം ചെയ്ത് ദുആ ചെയ്താൽ ഉടനെ ഉത്തരം ലഭിക്കുന്നതാണ്. മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ട്, അത് പൊതുവേ ഇജാബത്തുണ്ട്. ആ സമയത്ത് ഒരു 100 തവണ ഈ സൂറത്തുൽ കൗസർ എന്ന് പറഞ്ഞാൽ ചെറിയ സൂറത്താണ്, നമുക്കറിയാം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലി റബ്ബിക വൻഹർ ഇന്ന ശാനിയക വൽ അബ്തർ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിലൊന്ന് ഓതി നോക്കും, വളരെയധികം പ്രതിഫലം ലഭിക്കും. സൂറത്തുൽ കൗസറിനെ കുറിച്ചും ധാരാളം പറയാനുണ്ട്. വളരെ പെട്ടെന്ന് ഓതാൻ സാധിക്കുന്നതും എന്നാൽ ഓതിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതുമായ സൂറത്താണ്. സൂറത്തുൽ ഖദർ, നമ്മൾ ആദ്യം പറഞ്ഞ സൂറത്തുൽ ഖദറിനെ കുറിച്ചാണ്. സൂറത്തുൽ ഖദറിൻ്റെ 1000 തവണ ഓതുന്നതിൻ്റെ മഹത്വമൊക്കെ വളരെയധികം പ്രസിദ്ധമാണ്. ഒരുപാട് ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പല മഹാന്മാരും അത് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന വിഷയങ്ങളിലേക്കൊക്കെ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും, മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ, കുടുംബത്തിലെ വിഷയങ്ങൾ, എന്തെങ്കിലും വിവാഹ സംബന്ധമായ വിഷയങ്ങൾ, അതിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യലോട് കൂടെ തന്നെ ഇതേപോലെയുള്ള സൂറത്തുകളും ഇസ്മുകളും ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനും അത്ഭുതങ്ങൾ സംഭവിക്കാനൊക്കെ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ തന്നെ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഖളാ ആക്കരുത്, ഹറാമുമായി ബന്ധപ്പെടരുത്. നിസ്കാരത്തിൽ ഡിലേ ഇല്ലാതെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ശിഷ്ടകാലമെങ്കിലും ക്രമപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന് ഇഷ്ടമുള്ള ചില നിസ്കാരങ്ങളൊക്കെയുണ്ട്, അത്തരം നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.